എത്രയോ പേര് വിളിച്ചു. FCRAനെ കുറിച്ച് പ്രചരണം നടക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി പറയുന്നുണ്ട്. അതിലെന്താണ് സത്യം എല്ലാം ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ. അതിലൊന്നുമില്ല. ഞാൻ അത് വായിച്ച് പഠിച്ചതാണല്ലോ. ഞാൻ പറഞ്ഞു, അത് ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടക്കുമ്പോൾ, നോക്കൂ, 5-6 ദിവസം മുമ്പേ ഡീലിൻ്റെ പ്രചരണം നടന്നില്ലേ? അതിങ്ങനെ ഒരു ഡെലിബറേറ്റായിട്ട് ആംപ്ലിഫൈ ചെയ്യല്ലേ? എങ്ങനെയെങ്കിലും ഈ വികസനം എന്ന ഒരു ഇഷ്യൂന്ന് ശ്രദ്ധ തിരിക്കാൻ. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു, ഇത് പാസ് ചെയ്യണ്ട, ഇപ്പോൾ പാസ് ചെയ്തിട്ട് കാര്യമില്ല, ഇതിങ്ങനെ ഒരു പ്രചരണം നടത്തും, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ പാസ് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് സമ്മതിച്ചു. അവർക്ക് ആശങ്ക ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് അത് ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടല്ലോ, കിരൺ റിജിജു. അദ്ദേഹം വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കും. FCRA എന്ന് പറഞ്ഞത് ഒരു സമുദായത്തിനെ ബാധിക്കുന്നതോ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആ ബില്ല്. പിന്നെ എന്തിനാണ് ഇങ്ങനെ നിങ്ങളൊരു മൈനോറിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നത്? അതല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ഒന്നുമല്ല. എനിക്കിപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അത് പറയുന്ന ആൾക്കാരോട് ചോദിക്കണം. അല്ല, FCRA വഴി മിസ്യൂസ് നടക്കുന്നുണ്ട് എന്ന്, അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. അത് ആരാണ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഡേറ്റ ഒന്നുമില്ല. മണി ലോണ്ടറിങ് ഒരു വലിയ ഇഷ്യൂ ആണ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിൽ വലിയ ഇഷ്യൂ ആണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിനുവേണ്ടി ചില റിഫോംസ് കൊണ്ടുവരുന്നു. ചിലവർ അതിനൊരു പ്രചരണം നടത്തുമ്പോൾ ഓക്കെ, ആശങ്കയുണ്ട്. ആശങ്ക നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്താൽ മതി. ഇനി എന്ത് നടന്നു 3 കൊല്ലം മുമ്പേ, 4 കൊല്ലം മുമ്പേ, 10 കൊല്ലം മുമ്പേ എന്ന് ഞാൻ പറഞ്ഞു നടക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ ചെയ്തോളൂ.